പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹോസ്റ്റലിലുള്ള പീഡിയം റിന്യൂവൽ സെന്ററിൽ നിന്നാണ് ഫെലിക്സ് ബ്രദറും ഞാനും ഇപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, വലിയൊരു സന്തോഷ വാർത്തയാണ്. 2025 ഡിസംബർ മാസം 2-ാം ശനി, ഡിസംബർ 13-ാം തീയതി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷ പീഡിയം റിന്യൂവൽ സെന്റർ ഹോസ്റ്റലിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. കുട്ടികളുടെ പഠനത്തോട് ബന്ധപ്പെട്ട സ്ട്രെസ്സും കുട്ടികളുടെ അവരുടെ വളർച്ചയിൽ അവർ നേരിടുന്ന പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും കുട്ടികളുടെ രോഗങ്ങളിൽ സൗഖ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് കുട്ടികളെയും യുവജനങ്ങളെയും പരിശുദ്ധാത്മാവിനെ പ്രതിഷ്ഠിച്ച് അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറാനും പ്രാർത്ഥനാ ജീവിതത്തിൽ അവർക്ക് കൃപ ലഭിക്കാനും വേണ്ടി പരിശുദ്ധാത്മാവിന് കുട്ടികളെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ അവരുടെ മനസ്സിൽ ദൈവകൃപ നിറയുന്നതിനും സൗഖ്യങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടിയും അന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉത്തരീയ മാതാവിന് കുട്ടികളെ പ്രതിഷ്ഠിക്കുന്നു. ആ ഒരു വിശിഷ്ട ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, ഫാമിലി എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ കൂടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ട്. ഫാമിലിക്ക് വേണ്ടിയാണ്, മുതിർന്നവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. അവരുടെ കൂടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളുണ്ടെന്നാണ് അജു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കുട്ടികളെ തന്നെ വിടരുത്, ഫാമിലിയോടൊപ്പം വരിക. കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകളും വെഞ്ചിരിപ്പുകളൊക്കെ അത് ക്രമീകരിച്ചോളാം. ഫാമിലിക്കും എല്ലാവർക്കും ബ്ലെസ്സിങ് ആയിരിക്കും. ഇവിടെ അതിനെ പറ്റി ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യുവറോളം വെൽക്കം. അതുപോലെ തന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. കുടുംബങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളും അതുപോലെ ജോലി തടസ്സങ്ങളുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ആശീർവാദ പ്രാർത്ഥനകളും വിടുതൽ ശുശ്രൂഷകളും അന്ന് ചെയ്യുന്നുണ്ട്. വിവാഹ തടസ്സമുള്ള കുടുംബങ്ങളെ അന്ന് പ്രത്യേകം വെഞ്ചരിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ നീങ്ങാനും അനവധി ബ്ലെസ്സിങ്സിന് വേണ്ടിയും കുടുംബങ്ങളെ പ്രത്യേക തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഡിസംബർ 2-ാം ശനി 13-ാം തീയതിയാണ് നടക്കുന്നത്. 400 പേർക്കാണ് പ്രവേശനം. ഫെലിക്സ് ബ്രദർ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷ 400 പേർക്കാണ് നമ്മളിവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വെബ്സൈറ്റിലെ pdmhostin.org എന്ന സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 400 പേരെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 400 പേർക്കാണ്. അപ്പോൾ 100 ഫാമിലിക്കാകുമ്പോൾ 400 പേരാവും. പുറത്തുനിന്നുള്ള വരുന്ന ഫാമിലികൾക്കായിട്ട് നിങ്ങൾക്ക് താമസ സൗകര്യത്തിനായിട്ട് ഈ സെൻറ്ററിനോട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലുമായിട്ട് ഞങ്ങളൊരു ക്രമീകരണമുണ്ട്. അതിൻ്റെ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ്, എൻ്റെ നമ്പരും അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സിൻ്റെ നമ്പരും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുള്ളത്, അന്ന് നിങ്ങൾ ഇത്രയും ദൂരം വരുമ്പോൾ ഇവിടെ വന്ന് നിങ്ങളൊരു നിങ്ങൾക്കൊരു ഒത്തിരി ബ്ലെസ്സിങ് ഉള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് അന്ന് തന്നെ പോകണമെന്നില്ല. അന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾക്ക് സൺഡേ ആണ്. ഇവിടെ രാവിലെ കുർബാന നിങ്ങൾക്കുണ്ട്. അതിനുശേഷം കുമ്പസാരിക്കാനുള്ളവർക്ക് കുമ്പസാരിക്കാൻ അവസരമുണ്ട്. അതുപോലെ കൗൺസിലിംഗ് അങ്ങനെ പേഴ്സണലായിട്ട് കാണാനായിട്ടുള്ള തലേദിവസം അവസരം കിട്ടാത്തവർക്ക് ഞായറാഴ്ച ഇവിടെ സ്റ്റേ ചെയ്ത് ഞായറാഴ്ച ഉച്ച വരെ നിങ്ങൾക്ക് 1 മണി വരെ നിങ്ങൾക്ക് കണ്ട് സംസാരിച്ച് മിണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ പള്ളിയിൽ വന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ തന്നെ സീറ്റ് നിങ്ങൾക്ക് അക്കോമഡേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ദൈവമേ, വിശുദ്ധ ലിഖിതങ്ങളിലൂടെ അങ്ങ് അരുളി ചെയ്തു. യെശയ്യാ 54:13 അവിടുന്ന് കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഈ വചനത്താൽ ഈശോ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, കുട്ടികളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.